വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ട്. എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നതും വായനക്കാരൻ ഉദ്ദേശിക്കുന്നതും രണ്ട് തരത്തിലായിരുന്നു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വായനയിലേക്ക് കൂടി നമുക്ക് ആ പുസ്തകത്തിനെയും കഥേനെയും നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. ഈ വെള്ളിപ്പെരുമൻ എന്ന ഈ കഥാസമാഹാരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഷാജുവേട്ടൻ്റെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ ഇതിനകത്ത് ഭാഷേൻ്റെ ഒരു ഇത് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ലളിതമായിട്ടുള്ളൊരു ഭാഷയല്ല. കാരണം ഒറ്റ ഇരിപ്പിൽ വായിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാനോ മനസ്സിലാക്കിയെടുക്കാനോ ബുദ്ധിമുട്ടുണ്ട്. ഒരു നോവലിൻ്റെ തലത്തിലേക്ക് വരേണ്ട കഥ അതിൻ്റെ അകത്തുണ്ട്. അത് ചെറുകഥയായിട്ട് രൂപപ്പെട്ടു എന്നുള്ളൊരു വിമർശനവും കൂടി എനിക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഓരോ കഥകളും അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഹൃദയസ്പർശമായിട്ട് എനിക്ക് തോന്നിയിട്ട് അതിനകത്ത് പിന്നെ അദൃശ്യ തടവറയിലെ കൊലയാളി എന്ന് പറഞ്ഞില്ല അന്നേൻ്റെ കഥ പറയുന്ന ഒരു കാരണം വെച്ചാൽ ഒരു സമൂഹത്തിൽ ഒരു സന്ദേശമുണ്ട്. നമ്മളെല്ലാം ജീവിക്കുന്നത് ഒരു തടവറയിലാണ്. അപ്പോൾ ആ തടവറയിൽ ഒരു കൊലപാതകിനെ സൃഷ്ടിക്കലാണ് ഷാജുവേട്ടൻ. ആ രീതിയിൽ ഒരു ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമില്ല, ഒരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു തടവറയിൽ ജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ ഒരു കഥ വളരെ വിദഗ്ധമായിട്ട് അതൊരു തീഷ്ണമായില്ല. ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ ഒരു കഥാപാത്രത്തിനോട് ഉള്ളൊരു അനുകമ്പ നമുക്കുണ്ട്. ഒരു ഗാർഹിക പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങപ്പെട്ട് ലാസ്റ്റ് പിന്നെ അവിചാരിതമായിട്ട് പിന്നെ അതിൻ്റെ അകത്തെ കഥാപാത്രത്തെ കൊലയപ്പെടുകയും ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നത് ശരിക്കും അതൊരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ മഞ്ഞപ്പാപ്പാത്തി എന്ന് പറയുന്ന കഥ. മഞ്ഞപ്പാപ്പാത്തിയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു യജമാന വിഭാഗവും തൊഴിലാളി വിഭാഗവും തമ്മിൽ എല്ലാ കാലത്തും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ്. ആ ചൂഷണം ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനത്തിൽ നമുക്ക് ആ വ്യക്തിക്ക് തന്നെ പ്രതികാരം ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഒരു സംഭവം അവിടെ കൊണ്ടുവരുത്താണ്. പിന്നെ ഒരു കൊലപാതകത്തെ ആന വന്ന് ചവിട്ടിക്കൊല്ലുന്ന ഒരു എന്നും. അതുപോലെ വെള്ളിപ്പെരുമൻ്റെ അകത്ത് ഷാജുവേട്ടൻ വളരെ വിദഗ്ധമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ചുവപ്പ് നാട പൊട്ടിച്ച് നടന്നു നീങ്ങുന്ന പിന്നെ വെള്ളിപ്പെരുമൻ്റെ ആത്മാവ് കാട്ടു പുഷ്പങ്ങളെ സുഗന്ധം പരത്തുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ അക്കൈതാവ് തന്നെ ഈ നിങ്ങൾ എന്നുള്ള കഥാപാത്രം എം മുകുന്ദൻ്റെ ഒരു കഥ നോവലുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ നിങ്ങൾ എന്നുള്ള കഥയിൽ ഫുള്ളായിട്ടും നിങ്ങൾ എന്നുള്ള ഒരു കഥാപാത്രത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഷാജുവേട്ടൻ ഈ നിങ്ങൾ എന്ന് പറയുന്ന കഥ എഴുതുന്നതിന് മുമ്പ് ഈ സംഭവം ഞാൻ ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് തരാം. ഷാജുവേട്ടൻ പറഞ്ഞത് 2017 എഴുതിയതാണ് വെള്ളിപ്പെരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് മുമ്പ് ഷാജുവേട്ടനെ ഈ ഒരു കഥയുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റി. പിന്നെ ഓരോ വയറ്റും നമ്മൾ ആദ്യം തൊട്ടേ ഷാജുവേട്ടൻ കഥകൾ വായിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറേ മാറ്റങ്ങൾ വെള്ളിപ്പെരുമലിലെത്തുമ്പോൾ നമ്മൾ സുമേധയുടെ ഓർമ്മക്ക് തുടങ്ങി വെള്ളിപ്പെരുമലിലെത്തുമ്പോൾ ഒരുപാട് മുന്നേറ്റമാണ് ഷാജുവേട്ടൻ്റെ. ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാർ ഒന്നിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് ഷാജുവേട്ടൻ മാറപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ അറിയണം. അപ്പോൾ ഇത്തരം ചർച്ചകൾ നമ്മളെ ഈ പ്രദേശത്ത് വെക്കുമ്പോൾ കൂടുതൽ ആളുകളെ പങ്കാളിത്തം ഒരു വലിയൊരു സദസ്സിൽ വെച്ചിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട പുസ്തകമാണ് ഷാജുവേട്ടൻ്റെ വെള്ളിപ്പെരുമ. കാരണം അതിൻ്റെ അകത്ത് ആ കഥയും ഭാഷയും എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു കഥാസമാഹാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഓരോ കഥകളും ചേലത്തോട്ടിലെ മലഞ്ഞിലുകൾ ശരിക്കും ഒരു സന്ദേശം തന്നെയാണ്. ഒരുപാട് മലഞ്ഞിലുകൾ നമ്മൾ ചുറ്റുപാടുണ്ടാകും. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാണ്ട് എല്ലായിടത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വേസ്റ്റിനെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം അത് മനുഷ്യരുടെ ഒരു കഥയാണ്. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിനെ പറ്റി അതിൽ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക്